നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് വന്ന ദിവസമാണ് ഇന്നും ഇന്നലെയുമൊക്കെയായി. സ്കൂളുകളും അതുപോലെ ഹയർ സെക്കൻഡറികളുമൊക്കെ റിസൾട്ട് അറിയുകയും ഓരോരുത്തരും തനിക്ക് തങ്ങളുടെ സ്ഥാപനത്തിന് ലഭിച്ച ഉന്നത വിജയത്തെ സംബന്ധിച്ചൊക്കെ അഭിമാനം കൊള്ളുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി വിജയിച്ച കുട്ടികൾക്ക് അവർക്ക് ഉപരിപഠനത്തിന് സൗകര്യമാകുന്ന സ്ഥാപനങ്ങൾ ഏതാണ്, അത് ലഭിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികൾ എന്ന നിലക്ക് നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം വിജ്ഞാനത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ഒരു മതമാണ്. ഏതു തലത്തിലാണെങ്കിലും വിജ്ഞാനം നേടുമ്പോഴും നേടിയ വിജ്ഞാനം അത് ഉപയോഗപ്പെടുത്തുമ്പോഴുമാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ അവൻ്റെ ഔന്നത്യത്തിലേക്ക് എത്തുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഈ വിജ്ഞാനത്തെ സംബന്ധിച്ച് രണ്ടു തരം വിജ്ഞാനങ്ങളാണുള്ളത്. മതവിശ്വാസികളും ഭൗതിക വിശ്വാസികളും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെയാണുള്ളത്. രണ്ടു തരം വിശ്വാസങ്ങളുണ്ട്, രണ്ടു തരം വിജ്ഞാനങ്ങളുണ്ട്. ഒന്ന്, ഈ ലോകവുമായി ബന്ധപ്പെട്ട, അതിന് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് ഷഹാദത്ത് എന്നാണ്. നമ്മൾ കാണുന്ന നമ്മുടെ ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട വിജ്ഞാനവും അറിവും. രണ്ടാമത്തത് ഗൈബിയായ അദൃശ്യ ലോകവുമായി ബന്ധപ്പെട്ട വിജ്ഞാനവും അറിവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 9 സ്ഥലങ്ങളിൽ എടുത്തു പറയുന്നുണ്ട് അല്ലാഹു ആലിമുൽ ഗൈബി വശഹാദത്താണ്. അദൃശ്യ ലോകത്തെപ്പറ്റിയും ദൃശ്യലോകത്തെപ്പറ്റിയും അല്ലെങ്കിൽ ഭൗതിക ലോകത്തെപ്പറ്റിയുമൊക്കെ അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് മാത്രമേ രണ്ടു ലോകത്തെപ്പറ്റിയും വളരെ കൃത്യവും സൂക്ഷ്മവുമായ അറിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. അവങ്കലേക്കാണ് നിങ്ങൾക്ക് മടങ്ങിച്ചെല്ലാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ആ വശം ധാരാളം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മെ ഉണർത്തുന്നുണ്ട്. അതിൽ വിശ്വാസികളും അവിശ്വാസികളുമായുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, വിശ്വാസികൾ അതിൽ രണ്ടു ലോകങ്ങളെ സംബന്ധിച്ചും അദൃശ്യ ലോകത്തെ സംബന്ധിച്ചും ദൃശ്യലോകത്തെ സംബന്ധിച്ചും വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ. എന്നാൽ ഭൗതികവാദികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതിൽ ദൃശ്യലോകത്തെ സംബന്ധിച്ച്, ആലമു ഷഹാദയെ സംബന്ധിച്ച് അവരാലോചിക്കുന്നുള്ളൂ, അതിനെ സംബന്ധിച്ച് മാത്രമേ അവർ ചിന്തിക്കുന്നുള്ളൂ. വിശ്വാസികളെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഹുദല്ലിൽ മുത്തഖീൻ, സൂറത്ത് ബഖറയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഈ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ അത് ഒരു സന്ദേഹത്തിനും ഒരു സംശയത്തിനും ഇടമില്ലാത്ത വിധമുള്ള ഒരു വേദഗ്രന്ഥമാണ്. ഹുദല്ലിൽ മുത്തഖീൻ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് അതൊരു സന്മാർഗമാണ്. ആ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന വിശ്വാസികളെപ്പറ്റി ആദ്യമായി വിശേഷിപ്പിക്കുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാണ്. അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. അപ്പം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതും അത് നമ്മുടെ വിശ്വാസം മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നതുമാണ്. ഭൗതിക കാര്യങ്ങളെപ്പറ്റി മാത്രം ആലോചിക്കുന്ന ആളുകൾ ഈ ലോകവും ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഭൗതികപരമായ ജ്ഞാനവും അറിവും അതുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെ സംബന്ധിച്ചും വളരെ ആഴത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആ തലങ്ങളിലൊക്കെ അവർ വലിയ ഉന്നതങ്ങളിലെത്തിയവരാണെങ്കിലും ശരി, ഈ പറയുന്ന രണ്ടാമത്തെ തലം ഗൈബ്, അദൃശ്യമായ ഒരു ലോകമുണ്ട് എന്നൊരു വിശ്വാസം ഇല്ലാത്തവരാണ്. നിരീശ്വരവാദികളും അതുപോലെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരൊക്കെ അദൃശ്യമായൊരു ലോകം ഉണ്ട്, അവിടെ ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊന്നും അവർ വിശ്വസിക്കുന്നില്ല. അവരുടെ ജീവിതവും വിശ്വാസവും പ്രവർത്തനവും എല്ലാം മരണത്തോടു കൂടി അവസാനിക്കുന്നു. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടിനെയും വിശ്വസിക്കുന്നവരാണ്, രണ്ടിനെയും ഉപയോഗപ്പെടുത്തുന്നവരാണ്.
അതിൽ രണ്ടാമത്തേതിനെ പറ്റി നമ്മൾക്കുള്ള അറിവ് അത് എന്ത് മാത്രമേ ഉള്ളൂ? അത് വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും നൽകുന്ന അറിവിന്റെ അപ്പുറത്ത് യാതൊന്നും ഈ അദൃശ്യ ലോകത്തെ പറ്റി നമുക്കറിയില്ല. ആലമുൽ ഗൈബിനെ സംബന്ധിച്ച് നമുക്കറിയില്ല. ആ അദൃശ്യ ലോകത്ത് ഉള്ളതിനെ സംബന്ധിച്ച് ഖുർആൻ എന്ത് പറയുന്നു, അതുപോലെ സഹീഹായ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു, അത് അതേപടി അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കുന്നവരാണ് വിശ്വാസികൾ എന്നറിയപ്പെടുന്നവർ. അതുകൊണ്ടാണ് നമ്മൾ സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണപ്പെട്ടതിന് ശേഷം വിചാരണയുണ്ട്, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അതുപോലെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം മനുഷ്യന്റെ ആത്മാവിന് അല്ലെങ്കിൽ മനുഷ്യൻ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന അനുഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ വിശ്വസിക്കുകയും അതിനെ മുൻനിർത്തി പ്രവർത്തിക്കുകയും ആ ലോകമാണ് ഏറ്റവും പുണ്യപ്പെട്ട ലോകവും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതവും അവിടെയാണ് ഉള്ളത് എന്നൊക്കെ വിശ്വസിക്കുന്നതൊക്കെ നമ്മൾ ഈ ഖുർആനും അതുപോലെ സഹീഹായ ഹദീസുകളും നമുക്ക് പറഞ്ഞു തരുന്നതിന്റെ വെളിച്ചത്തിലാണ്. എന്നാൽ ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ യാതൊരു വിജ്ഞാനവും ആ തലങ്ങളിലുള്ള വിജ്ഞാനം അവർക്ക് ആവശ്യമേ ഇല്ല. അവർക്ക് ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങളേ ഉള്ളൂ, മരണം വരെയുള്ള ജീവിതമേ ഉള്ളൂ. അതിനുശേഷം എന്ത് എന്നതിനെപ്പറ്റി അവർ ആലോചിക്കുകയോ അതൊരു വിഷയമായി എടുക്കുകയോ അവർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈന്നൽ ആഖിറത ലഹിയൽ ഹയവാൻ, ആഖിറത്ത് അതായത് മരണാനന്തര ജീവിതത്തിൽ അതിലാണ് യഥാർത്ഥ ജീവിതം കുടികൊള്ളുന്നതെന്നും അതിനെ ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നും വിശ്വസിക്കുന്നവരാണ്. വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറത എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. എന്തൊക്കെ മനുഷ്യന് ലഭിക്കുന്നുണ്ടോ അതുകൊണ്ടൊക്കെ അവൻ ആഖിറത്തിനെ തേടണം എന്നാണ്. അത്രയധികം ഭൗതികവാദികളും നമ്മളും തമ്മിൽ ഈ അറിവിൽ വളരെ വ്യത്യാസമുണ്ട്. ആ അറിവിനനുസരിച്ചുള്ള പ്രവർത്തനത്തിലും വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇരു ലോകവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വിജ്ഞാനങ്ങൾ അത് ഏത് വിജ്ഞാനത്തിനും പരിശുദ്ധ ഇസ്ലാം അത് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അത് ഭൗതിക വിജ്ഞാനമാണെങ്കിലും അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനമാണെങ്കിലും അതിനൊക്കെ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ ഏത് വിജ്ഞാനമാണെങ്കിലും അവൻ ഈ രണ്ടാമത് പറഞ്ഞ ആത്മീയമായ അല്ലെങ്കിൽ അദൃശ്യമായ മരണാനന്തരവുമായി ബന്ധപ്പെട്ട വിജ്ഞാനത്തിലേക്ക് അവനെ വഴി നടത്തുമ്പോഴേ അവൻ യഥാർത്ഥ അറിവാളൻ അറിവുള്ളവനാകുള്ളൂ. അല്ലാത്തവനെ പറ്റി വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അവര് യഥാർത്ഥത്തിൽ അറിവുള്ളവരല്ല എന്നാണ്. ശരിക്കും അറിവുള്ള ഒരാളാണെങ്കിൽ അവൻ പരലോകത്തെ പറ്റിയും അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുമായിരുന്നു എന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സുമറിലെ 9-ാമത്തെ ആയത്താണ് ഞാൻ ഓതിയിട്ടുള്ളത്. അതിൽ പറയുന്നത് അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി. വിശുദ്ധ ഖുർആൻ ചോദിക്കാണ്, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ സുജൂദിൽ കിടന്നുകൊണ്ട് വിനയാന്വിതനായി പ്രാർത്ഥിക്കുന്ന ഒരാൾ, വ ഖായിമൻ അതുപോലെ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾ, യഹ്ദറുൽ ആഖിറത ആഖിറത്തിനെ സംബന്ധിച്ച് പരലോകത്തെപ്പറ്റി ജാഗ്രത പുലർത്തുന്ന ഒരാൾ, വയർജു റഹ്മത റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാൾ അതൊന്നുമില്ലാത്ത ഒരാളുമായി എങ്ങനെയാണ് തുല്യമാവുക എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. അപ്പോൾ പരലോകത്തെ പറ്റിയുള്ള ഒരു ജാഗ്രത, രാത്രിയിൽ അള്ളാഹുവെ ഓർത്തുകൊണ്ട് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന, അതുപോലെ തന്നെ അവൻ രാത്രിയിൽ സുജൂദിൽ കടന്നു നിൽക്കുന്ന, ഇതൊന്നും ഒരു ഭൗതികവാദിയെ സംബന്ധിച്ച് ഇതൊന്നും ആവശ്യമില്ല. എന്തിനാണ് അയാൾ രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥന എന്ന് പറഞ്ഞത് തന്നെ വിശ്വാസിയല്ലാത്ത ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല, അതിനൊരു പ്രസക്തിയുമില്ല. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയോ പ്രാർത്ഥിക്കുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നതിലൊന്നും ഒരർത്ഥമില്ല. പിന്നെ ആഖിറത്തിനെ സംബന്ധിച്ചൊരു ജാഗ്രത അവർക്ക് പുലർത്തേണ്ടതില്ല. കാരണം അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അപ്പൊ പിന്നെ അതിനെപ്പറ്റി എന്തിനാണ് ആഗ്രഹിക്കുന്നത് എന്നാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞതും ഒരു ഭൗതികവാദിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. കാരണം അള്ളാഹു തന്നെ ഉണ്ടോ ഇല്ലേ എന്ന് സംശയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്.
ഉണ്ടെങ്കിൽ തന്നെ അവർ നമ്മളുമായി അങ്ങനെ ബന്ധമല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ പറ്റിയല്ല. അങ്ങനെയല്ലാതെ ഈ രീതിയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഇവർ പറയുന്നത് അവരാണ് വിജ്ഞാനമുള്ളവർ. എന്നിട്ട് ചോദിക്കുന്നു ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന വിജ്ഞാനമുള്ള ആളുകളും വിജ്ഞാനമില്ലാത്ത ആളുകളും തമ്മിൽ തുല്യമാകുമോ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് വിജ്ഞാനത്തിന്റെ, ഒരാൾക്ക് അറിവുണ്ടാകണമെങ്കിൽ ആ അറിവിന്റെ ഏറ്റവും ഉന്നതമായ തലം, ആ അറിവോട് കൂടി അവൻ ഈ പറഞ്ഞ ബോധവും അവന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. വൈന്നമായ ഉലുൽ അൽബാബ്. മാത്രമല്ല ഇത്തരം ബോധവും ചിന്തയും അത് നല്ല ബുദ്ധിയുള്ള ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ബോധവും ചിന്തയും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ അവര് ബുദ്ധിയുള്ളവരല്ല എന്നാണ്. അപ്പൊ നമ്മളുടെ ഭാഷയിൽ, സാധാരണ മനുഷ്യരുടെ ഭാഷയിൽ ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു തലമുണ്ട്, ഒരർത്ഥമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ സാങ്കേതികമായ അർത്ഥത്തിൽ മരണാനന്തരം ജീവിതം തന്നെ അല്ല എന്ന് വിശ്വസിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമാനാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. അങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ ഇനി അവർ ഉപരിപഠനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു തലത്തിൽ നിന്ന് അവരൊരിക്കലും മാറിപ്പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടാകണം. രക്ഷിതാക്കൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികളെ അടുത്ത ഏത് സ്ഥാപനങ്ങളിലേക്ക് ചേർക്കുമ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ, കൂടിയാലോചിക്കുമ്പോഴൊക്കെ അവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. ആ രീതിയിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും ഭൗതിക തലങ്ങളെപ്പറ്റി, ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നൊന്നും ഈ രണ്ടാമത് പറഞ്ഞ വിജ്ഞാനം അവർക്ക് ലഭിക്കൂല. രണ്ടാമത് പറഞ്ഞ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിവുകൾ നമ്മളുടെ ഔദ്യോഗിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് സാധാരണ രീതിയിൽ അവർക്ക് ലഭിക്കുകയില്ല. അപ്പൊ അത് പിന്നെ അവർക്ക് ഉണ്ടാകണമല്ലോ, അതവർക്ക് ഉണ്ടാകണം. അപ്പൊ അവര് ഭൗതികമായ ഏത് തലങ്ങളിലേക്ക് പോകുമ്പോഴും ആ കാര്യം ഉണ്ടാക്കുന്ന വിഷയം, അതിനെ സംബന്ധിച്ച് അവർക്ക് നല്ല ബോധവും ധാരണയും പഠനവും ഒക്കെ നടത്തി ഉണ്ടാകുന്ന കാര്യം, ആ ഉത്തരവാദിത്തം അത് സ്കൂളുകളെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. സ്കൂളുകളിൽ നിന്ന് അത് നമുക്ക് കിട്ടില്ല. അതുപോലെ കോളേജുകളിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നില്ല. നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് എവിടുന്ന് കിട്ടണം? അത് രക്ഷിതാക്കൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ആ തരം സംഗതികളെ പറ്റി മതപരമായ രീതിയിൽ കുട്ടി പഠിക്കണം, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരെ പഠിപ്പിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെയധികം പണ്ടത്തെ പോലെയല്ല നമ്മളുടെ രക്ഷിതാക്കൾ അവരുടെ മക്കളുടെ കാര്യത്തിൽ നല്ല ജാഗ്രത പുലർത്തേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം കാലം മാറിയപ്പോൾ ഈ പല ലിബറലിസം എന്ന് പറയുന്ന ഒരു തലമുണ്ട്. എല്ലാം സ്വതന്ത്ര ചിന്ത, സർവതന്ത്ര സ്വതന്ത്രരായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്നുള്ള ചിന്തകൾക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ലഭിക്കുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന് വലിയ മാർക്കറ്റാണ്, അതിന് വലിയ പ്രൊമോഷനാണ്, അത് വലിയ തലങ്ങളിൽ പ്രോത്സാഹിപ്പിക്കുന്ന സംവിധാനമാണ്. നമ്മുടെ സർക്കാർ സംവിധാനമൊക്കെ അങ്ങനെ തന്നെയാണ്. അതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ആ സംവിധാനങ്ങളോട് നമ്മൾക്ക് ഏറ്റുമുട്ടിക്കൊണ്ടൊന്നും നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. അത് അതിൻ്റെതായ രീതിയിൽ ആ സംവിധാനം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. നമ്മൾ സ്വയം നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ജെൻഡർ ന്യൂട്രൽ ചിന്തകൾ ധാരാളം കടന്നു വരുന്ന തലങ്ങളാണ് ഈ കോളേജും അതുപോലെ തന്നെ +2 എന്നൊക്കെ പറയുന്ന തലങ്ങളൊക്കെ അതാണ്. അപ്പൊ അതിനെപ്പറ്റി അവർക്ക് ധാരണ ശരിക്കും നമ്മളുണ്ടാവും. അപ്പോൾ ആൺപെൺ ബന്ധം അത് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് വളരെ നിസ്സാരവൽക്കരിക്കുന്ന കാര്യം രക്ഷിതാക്കളുടെ തലങ്ങളിൽ ഉണ്ടാകരുത്, കുട്ടികളുടെ തലങ്ങളിൽ നിന്നും ഉണ്ടാകരുത്. മുസ്ലിമായി ജീവിക്കുന്ന, പരലോകത്ത് വിജയം വരിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു കുട്ടി ഈ ആൺപെൺ ബന്ധങ്ങൾ അത് വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ അഫയറുകൾ, ആണും പെണ്ണും തമ്മിലുള്ള
പ്രണയവും അതുമായി ബന്ധപ്പെട്ടത് ഏറ്റവും കൂടുതൽ പൂത്തുലയുന്നത് ഈ പറയുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. സ്വന്തം ക്ലാസ് മുറികളിലൂടെയും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലൂടെയാണ് അത് വളർന്നു വരുന്നത്. അതിൻ്റെ ഒരു ദുരന്തം പലപ്പോഴും പല കുടുംബങ്ങളും ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ആ പ്രായത്തിൽ ഇത്തരം സംഗതികളെ പറ്റി ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതിനെപ്പറ്റിയുള്ള ചിന്തിക്കാനും അവർക്ക് സാധ്യമല്ല. അവരുടേതായ ഒരു ലോകത്ത് നിൽക്കുകയാണ്. രക്ഷിതാക്കൾക്ക് അതിനെ സംബന്ധിച്ച് എന്തു ശ്രദ്ധിക്കാൻ കഴിയും, ആ ശ്രദ്ധ അവരുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ്. അതിനെന്താണ്, സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. കൂട്ടുകാർ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം, ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുന്നിടത്ത് വളരെ ജാഗ്രത പുലർത്തണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മിൻ മൻ യുഖാലിലു. റസൂലുള്ളാഹി പറഞ്ഞു, ഓരോരുത്തരും ഏത് മനുഷ്യനും അവനവന്റെ ഫ്രണ്ട്സിന്റെ രീതിക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് തൻ്റെ ഫ്രണ്ട്സ് ആകേണ്ടത്, തൻ്റെ കൂട്ടുകാരൻ ആരാകണം എന്നുള്ളിടത്ത് വളരെ ജാഗ്രത പുലർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഉണർത്തുന്നുണ്ട്. തന്നെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകെട്ട് ആണ് ഓരോ വിദ്യാർത്ഥിനിയും സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഉണ്ടാകുന്നത്. തനിക്ക് നന്മ തരുന്ന, എന്നാൽ തനിക്ക് തിന്മ നൽകാനായി ധാരാളം തലങ്ങളിലുണ്ട്. ഈ തിന്മ എന്ന് പറയുന്നത് ചിലപ്പോൾ തന്നെ നശിപ്പിക്കുന്ന രീതിയിലുള്ള തിന്മകളാണ് പലപ്പോഴും നമ്മൾക്ക് ഈ സ്ഥാപനങ്ങളിൽ കാണാൻ കഴിയുന്നത്. പരലോകവുമായി ബന്ധപ്പെടുകയാണെങ്കിൽ ഈ കൂട്ടുകാരെ സംബന്ധിച്ച് ഒരുപാട് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാ യാ വൈലതാ ലം അത്തഖിദ് ഫുലാനൻ ഖലീല എന്നൊക്കെ വിലപിക്കുന്ന ഒരവസ്ഥ പരലോകത്തെത്തുമ്പോൾ എത്തും. ഇന്ന ആളെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, അവനാണല്ലോ എന്നെ ഇങ്ങനെ പേപ്പിച്ചു കളഞ്ഞത് എന്ന് പരലോകത്തെത്തുമ്പോൾ വിലപിക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ കുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് രക്ഷിതാക്കളും, ഈ പ്രായം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പഠിക്കേണ്ട പ്രായമാണ്. ഈ പ്രായത്തിൽ പഠിക്കുക, പഠനം, അതുപോലെ അതിനുവേണ്ടി സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിന് പഠനത്തിൽ നിന്ന് ഈ പ്രായത്തിലും ഈ സ്കൂൾ കോളേജ് +2 ലെവലിലൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യത്തിലൊന്നും ശ്രദ്ധ ഇല്ലാതെ അങ്ങനെ നടന്നാൽ അത് ഭാവിയിൽ ആ മനുഷ്യന്, ആ കുട്ടിക്ക് ഭാവിയിൽ അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ പല നിലക്കും ആലോചിച്ച് നോക്കേണ്ടി, നമ്മളുടെ ഈ ചെറുപ്പകാലത്ത്, നമ്മളുടെ ഈ ചെറുപ്രായത്തിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ പ്രായമാകുമ്പോൾ നമുക്ക് വിശ്രമിച്ചുകൊണ്ട് ആശ്വാസത്തോടു കൂടി ജീവിക്കാൻ കഴിയും. അതൊരു അറബി ചൊല്ലാണ്. ചെറുപ്രായത്തിൽ കഠിനാധ്വാനം ചെയ്യുന്നവന് പ്രായമാകുമ്പോൾ ആശ്വാസത്തിൽ ജീവിക്കാൻ കഴിയും. അത് വളരെ ശരിയാണ്. അപ്പൊ ഈ വിദ്യാർത്ഥികളായ ആളുകളൊക്കെ, കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടതും രക്ഷിതാക്കൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതും, നന്നായി കഠിനാധ്വാനം ചെയ്ത് അവൻ ഈ ഏജിൽ, ഈ പ്രായത്തിൽ കഠിനാധ്വാനം ചെയ്ത് നന്നായി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രായമാകുമ്പോൾ അവൻ ആശ്വാസത്തിൽ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. കാരണം ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള വഴികളൊക്കെ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടും. അങ്ങനെയാകുമ്പോൾ അവന് പ്രയാസരഹിതമായി ജീവിക്കാൻ കഴിയും. നേരെ മറിച്ച് ഈ പ്രായത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ, പഠനത്തിനൊന്നും ശ്രദ്ധിക്കാതെ കൂട്ടുകാരും സ്നേഹിതന്മാരും ആയിക്കൊണ്ട് അങ്ങനെ സമയം കഴിച്ചു കഴിഞ്ഞാലോ കാലാകാലവും ഈ പ്രയാസത്തോടെ തന്നെ ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും അവനുണ്ടാകുക. അപ്പം അത് നമ്മളെ കുട്ടികൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ +2 അതുപോലെ കോളേജ് തലത്തിലാണ് നിങ്ങൾക്ക് ഭാവിയിൽ ആശ്വാസത്തോടു കൂടി, അതുപോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്കൊരു ജീവിതം നയിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം. ഈ സമയത്ത് മറ്റേതിനേക്കാളും പഠനത്തിന് പ്രാധാന്യം നൽകണം. ഇപ്പോൾ നന്നായി പഠിക്കുകയും വ്യത്യസ്ത തലങ്ങളിൽ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ്. പല രീതിയിലുള്ള പഠനത്തിനുള്ള സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ തുറന്നു നിൽക്കുന്ന ഒരു കാലമാണ്. ഈ പല ആളുകളുടെയൊക്കെ ധാരണ, ഇപ്പോഴും ആ ധാരണയിലാണ് പല ആളുകളും. ഈ എഞ്ചിനീയറിങ്ങും അതുപോലെ ഡോക്ടറും, ഈ 2 സാധനമേ മനുഷ്യന് പഠിക്കാനുള്ളൂ എന്ന് വിചാരിക്കും. ആളുകളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, ആളുകളുടെ
രക്ഷിതാക്കളുടെയൊക്കെ നിലപാട് പലപ്പോഴും കാണുന്നത്. എഞ്ചിനീയേഴ്സിനെ കൊണ്ട് നാട്ടിൽ പിന്നെ യഥാർത്ഥത്തിൽ എവിടെ നോക്കിയാലും എഞ്ചിനീയേഴ്സാണ്. ബിടെക് 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 എന്ന് പറഞ്ഞതാണ് നാട്ടിലുള്ളത്. ഈ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഈ ഡോക്ടേഴ്സ് എന്നുള്ളതും നാട് മുഴുവൻ ഡോക്ടേഴ്സും ആയിരിക്കും. അപ്പോൾ ഈ ഒരു തൊഴിലിന് നമ്മൾക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളിലേക്ക് അത് എത്താൻ കഴിയില്ല. ഇതല്ലാത്ത ഒരുപാട് മേഖല ഈ ആധുനിക കാലം നമുക്ക് തുറന്നിട്ട് തരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നല്ല താല്പര്യം എങ്ങനെയാണല്ലോ അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കി അറിഞ്ഞ് അതിനെപ്പറ്റി അറിയുന്ന വിദഗ്ധരോട് കൂടിയാലോചിച്ച് ഏതാണ് തൻ്റെ അഭിരുചിക്കനുസരിച്ച പഠനം തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള ഈ രണ്ടെണ്ണത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇതിൽ തന്നെയല്ല എല്ലാ കുട്ടികൾക്കും പോകാൻ കഴിയുക. രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. കുട്ടിക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അവർ വെറുതെ കൂട്ടുകാർക്കനുസരിച്ച് താല്പര്യം പറയും. എൻ്റെ ഈ കൂട്ടുകാരൻ അവിടെയാണെങ്കിൽ ഞാനും അവിടെ. അങ്ങനെയല്ല, ഒരു കുട്ടിക്ക് എന്താണ് പഠിക്കാൻ കഴിയുക എന്നുള്ളത് ആ കുട്ടിയെ വിദഗ്ധരുടെ മുമ്പിൽ ഇരുത്തിയാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏത് വഴി ഭാഷയാണോ, അതല്ല മാത്തമാറ്റിക്സ് ആണോ, അതല്ല സയൻസ് ആണോ, അതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും ടെക്നിക്കലായിട്ടുള്ള സംഗതിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ പ്രായത്തുമ്പോൾ. അത് മനസ്സിലാക്കിയിട്ട് ആ വഴിയിലേക്ക് അവരെ നമ്മൾ തിരിച്ചു വിടുകയാണെങ്കിൽ തീർച്ചയായും അവർക്ക് അതിൽ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ വാപ്പാരിമാരും ഒരു വലിയ ആഗ്രഹം എന്നതിനേക്കാൾ ഉപരി ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിജ്ഞാന ശാഖ ഏതാണ് എന്ന് കണ്ടെത്തി അതിലൂടെ ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ രക്ഷിതാക്കൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവർ നേരത്തെ തന്നെ ഒരു സ്വപ്നം കണ്ടിട്ട് ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയാത്ത കുട്ടിനെ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞത് ഈ കാലത്ത് പ്രത്യേകിച്ചും അതിനൊരു വലിയ മോശമായ ഫലമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക. പിന്നെ പെൺകുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി, ഈ കാലത്ത് പ്രത്യേകിച്ച് ഈ സ്കൂൾ കോളേജ് തലത്തിലെ കുട്ടികൾ ഈ തല മറക്കുക എന്ന് പറഞ്ഞത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ നിർബന്ധ കാര്യമാണെന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മെല്ലെ മെല്ലെ പോവാണ്. ഇപ്പോൾ പല പിന്നെ A+ ഒക്കെ ധാരാളം കിട്ടിയ സ്കൂളുകളുടെ ഒക്കെ ഫോട്ടോസ് നമ്മൾ എടുത്താൽ ഒരു 4-5 കൊല്ലം മുമ്പുണ്ടായിരുന്ന മുസ്ലിം സ്കൂളുകളുടെ ഫോട്ടോയും ഇന്ന് കാണുന്ന മുസ്ലിം സ്കൂളുകളുടെ ഫോട്ടോയിലും കാണുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ഡ്രസ്സിങ്ങിന് ഭയങ്കര വ്യത്യാസം. സകലവും കഴുത്തിലൊരു ഷാള് തെറ്റി തലമുടി പുറത്ത് കാണിച്ചുകൊണ്ടുള്ള രീതിയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോ അധിക പെൺകുട്ടികളും അങ്ങനെ തന്നെയാണ്. പണ്ട് തലമുടി കാണിക്കാൻ പാടില്ല, അത് പാടില്ലാത്ത സംഗതിയാണ്. നമുക്കിപ്പോ മിമ്പറിൽ വെച്ചൊക്കെ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട വിഷയമാണല്ലോ അത്. രക്ഷിതാക്കൾക്കും ഉമ്മാർക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കേണ്ട സംഗതിയല്ലോ. പെൺകുട്ടികൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പുറത്തേക്ക് അവർ പോകുമ്പോൾ അന്യരായ ആളുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരുടെ തലമുടി അവർ മറക്കേണ്ടതാണ്. എന്നുള്ളത് മാറിയിട്ട് ഇപ്പൊ മുഴുവൻ കഴുത്തിലൂടെ ഒരു ഷാള് ചുറ്റുന്നത് ഒരു സംവിധാനത്തേക്ക് പോവാണ്. മുസ്ലിം കുട്ടികൾ കഴുത്തിലൂടെ ഷാള് ചുറ്റുന്നതാണ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ ഷാളും എല്ലാം കഴിഞ്ഞു പോകും. അപ്പൊ സാധാരണ മറ്റുള്ളവരെ പോലെ തന്നെ ആകും. അപ്പൊ അത് നമ്മൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അത് കോളേജിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ എല്ലാറ്റിലും ആ ഒരു തലം നമ്മൾ ശരിയായി മനസ്സിലാക്കണം. പിന്നെ ഈ സ്കൂളുകളിലും കോളേജിലൊക്കെ യൂണിഫോം എന്ന് പറയുന്നത് അത് കുട്ടികളിൽ ഒരു സമഭാവന ഉണ്ടാകാൻ വേണ്ടിയാണ്. യൂണിഫോം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരുപോലത്തെ തന്നെയാണ്. അല്ലാതെ സാമ്പത്തിക ശേഷിയുള്ള ആൾ ഓൻ വളരെയധികം പോഷായി ഡ്രസ്സും കാര്യം അണിഞ്ഞു വരിക, ബാക്കിയുള്ളവർക്ക് കുട്ടികൾക്ക് ഇല്ലാത്ത ആളുകൾക്ക് അതിലിങ്ങനെ വിഷമം ഉണ്ടാക്കുക, ഒന്നും ഇല്ലാതിരിക്കാനാണ് യൂണിഫോം എന്ന് പറഞ്ഞത് നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെ വേണം എന്ന് ഈ വിദ്യാഭ്യാസ വിചക്ഷണര് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അത് കുട്ടികളുടെ മനസ്സ് വളർത്തിക്കൊണ്ടുവരുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. യൂണിഫോം കൊണ്ട് ഒഴിവായി കഴിഞ്ഞാൽ ഓരോരുത്തരും അവനാന്റെ ഡ്രസ്സിന്റെ പൊലിമ കാണിക്കുന്നതാണ് സ്ഥാപനങ്ങൾ എന്ന് വന്നാൽ സ്വാഭാവികമായും അത് കുട്ടികളിൽ പല കുട്ടികൾക്കും വളരെ പ്രയാസം ഉണ്ടാവും, പല രക്ഷിതാക്കൾക്കും വളരെ ബുദ്ധിമുട്ടും ഉണ്ടാകും. അതൊക്കെ യൂണിഫോമിന്റെ വശം അതാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ സംഗതി, എന്ത് വന്നാലും നമ്മളെ മക്കൾ നിസ്കരിക്കാതിരിക്കുന്നതിനെ പറ്റി നല്ല ജാഗ്രത രക്ഷിതാക്കൾക്ക് വേണം, കുട്ടികൾക്കും വേണം നിസ്കരിക്കണം എന്നുള്ളൊരു ബോധം. അതിനുള്ള അനുസരിച്ച് അവരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഈ സ്കൂളിലും കോളേജിലും ഒക്കെ എത്തിക്കഴിഞ്ഞാൽ നിസ്കാരം എന്നൊക്കെ പറഞ്ഞതിൽ അതിലൊരു ശ്രദ്ധക്കുറവ് ധാരാളമായി കാണുന്നുണ്ട്.
ധാരാളമായി കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നിസ്കരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് ഇതിന്റെ ടൈമിംഗ് ഒക്കെ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പള്ളി വന്ന് നിസ്കരിച്ച് പോകാനും ജമാഅത്തൊക്കെ അതിനനുസരിച്ച് സംവിധാനിച്ചിട്ടുണ്ടെങ്കിലും ധാരാളം കുട്ടികൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നടക്കും. അങ്ങനെ നിസ്കരിക്കാതിരിക്കുന്ന ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട്. അതൊക്കെ രക്ഷിതാക്കൾ അതിനെപ്പറ്റി നല്ല ഒരു ശ്രദ്ധ വേണം. ഈ സ്കൂൾക്കും കോളേജിലേക്കൊക്കെ വരുന്ന സമയത്ത് നിസ്കരിക്കാത്ത കുട്ടികൾ വീട്ടിലും ആ നമസ്കാരത്തിലുള്ള ചിട്ടയൊക്കെ കുറവുണ്ടായിരിക്കും അവർക്ക് ഉണ്ടാകുക. അപ്പൊ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങൾ അവര് പ്രത്യേകമായിക്കൊണ്ട് അവര് പഠിപ്പിക്കേണ്ടത്. ഇതിലൊക്കെ അധ്യാപകർക്കും വലിയ പങ്കുണ്ട്. അധ്യാപകർ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ഇത്തരം നന്മകളിലേക്ക് അവരെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അവർക്ക് പല പരിമിതികളുണ്ട്. അധ്യാപകർക്ക് ക്ലാസ് റൂമിൽ വെച്ച് പറയണതിന് പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ മൂല്യങ്ങൾ വളർത്തിക്കൊണ്ടുവരാൻ കുട്ടികളെ നമ്മൾ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂല്യങ്ങൾ, നല്ല സത്യം, സത്യസന്ധത, നീതി, അതുപോലെ തന്നെ മാന്യത, മാന്യമായി ഡ്രസ്സ് ധരിക്കുക, മാന്യമായി സംസാരിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് ഇല്ലാതെയായി അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. മുതിർന്ന ആളുകളെ ബഹുമാനിക്കുക, അധ്യാപകരെ ആദരിക്കുക, ബഹുമാനിക്കുക, അവരോട് നല്ല രീതിയിൽ വർത്തിക്കുക, ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ വളർന്നു വരേണ്ടതല്ലേ. ഇത് എവിടുന്ന ഉണ്ടാകുക? അത് രക്ഷിതാക്കളും അധ്യാപകരുമാണ് അത് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വേറെ ആളുകൾക്ക് അത് ഉണ്ടാക്കി കൊണ്ടുവരാൻ കഴിയില്ല. അധ്യാപകര് ആ രീതിയിൽ കുട്ടികൾക്ക്, അധ്യാപകരുടെ വാക്കുകൾക്ക് കുട്ടികളുടെ മനസ്സിൽ വല്ലാത്തൊരു സ്വാധീനം. ഒരു നല്ല അധ്യാപകൻ പറയുന്നത് എന്തും കുട്ടികൾ രക്ഷിതാക്കൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ കുട്ടികളത് സ്വീകരിക്കും. അപ്പൊ അതുകൊണ്ട് അധ്യാപകർ മാതൃകയാവുകയും അവരെ ആ രീതിയിൽ നല്ലതിലേക്ക് നയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരെ യഥാർത്ഥത്തിൽ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവരേണ്ട, അത് പഠനത്തിൽ A+ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പോലെ തന്നെ അവർ ശ്രമിക്കേണ്ട ഒരു സംഗതിയാണ്. അവർ നല്ല ഉത്തമമായ സ്വഭാവമുള്ള, നല്ല മൂല്യബോധമുള്ള കുട്ടികളാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിൽ അധ്യാപകർക്ക് വലിയ പങ്കുണ്ട്. കുട്ടികളും ആ കാര്യം ശ്രദ്ധിക്കണം. അതൊക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓർക്കേണ്ടതുണ്ട്. നമുക്ക് അറിയണ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഓർമ്മയിൽപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു സൊസൈറ്റി, ഒരു സമൂഹം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മളെ കൂട്ടത്തിൽ നിന്ന് മതപരമായ കാര്യങ്ങളിൽ അവഗാഹം നേടാൻ പറ്റിയ കുട്ടികളെ ആ ഫീൽഡിലേക്കും നമ്മൾ പറഞ്ഞേക്കേണ്ടത്. മറ്റെല്ലാ ഫീൽഡിലേക്കും പറഞ്ഞേക്കുന്ന പോലെ ചില കുട്ടികൾക്ക് വളരെ താല്പര്യവും അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അറബി ഭാഷയും അതുപോലെ തന്നെ മതപരമായ സംഗതികളിലുള്ള അവഗാഹത്തിലും താല്പര്യമുള്ള കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ അതിലേക്ക് തന്നെ പറഞ്ഞയക്കുകയും ഈ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വമാഖാനൽ മുഅ്മിനൂൻ ലിയൻഫിറു കാഫ, എല്ലാവരും കൂടി യുദ്ധത്തിന് പോണ കാലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൽ. എല്ലാവരും കൂടി യുദ്ധത്തിന് പോകരുത്. ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ, എന്തുകൊണ്ട് നിങ്ങളിൽ ഒരു ടീം യുദ്ധത്തിന് പോവുകയും വേറൊരു ടീം മതത്തെ പറ്റി ആഴത്തിൽ പഠിക്കാൻ നബിയോടൊപ്പം തന്നെ എന്തുകൊണ്ട് അവിടെ നിൽക്കുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ നബിന്റെ കൂടെ നിന്ന് മതത്തെ പറ്റി ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? വലിയുന്തിറു കൗമഹും ഇതാ റജവു, യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ആളുകൾക്ക് കാര്യങ്ങളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നാട്ടില് ശരിക്കും മതത്തെ പറ്റി ചോദിച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ പഠിപ്പിച്ചു കൊടുക്കാനും പറ്റിയ കുറച്ച് ആളുകൾ ഉണ്ടാകണം. ആർക്കും അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത് ഓരോ നാട്ടിലും അങ്ങനെ ഉണ്ടാകണം. അപ്പൊ നമ്മുടെ നാട്ടിലും അതിനുണ്ടാകണം. അതിന് നമ്മൾ അറബി പഠിക്കണം. അറബി പഠിച്ചെങ്കിലേ അത് പ്രധാനമായി നമുക്ക് ആ വിഷയത്തിൽ ആഴത്തിലൂടെ നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ അറബി പഠിക്കണം, അറബിയുമായി വിഷയത്തിൽ നമ്മൾ ബന്ധപ്പെടണം. നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളതാണ് അറബിക് കോളേജ്. അറബിക് കോളേജിൽ പിന്നെ വിദ്യാർത്ഥികളെ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നുമല്ല. അറബിക് കോളേജ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്ന് സാധാരണ മറ്റ് കോളേജുകളിലെ പോലെ തന്നെ വലിയ ഒരു തൊഴിലുമായി ബന്ധപ്പെട്ടതൊക്കെ വലിയ അങ്ങനെ രീതിയിലായി മാറി.
അതുപോലെ പണ്ട് ഉള്ളത് പോലെയൊന്നല്ല. അറബി കോളേജിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ തന്നെ ഇപ്പോൾ അതിന് മുൻകൂട്ടി പറഞ്ഞ് അതുപോലെ ആ റെക്കമെൻഡേഷനും മറ്റു കാര്യങ്ങളും ഒരുപാട് ആളുകൾക്ക് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ കുട്ടികളുണ്ടല്ലോ, അതിന് കഴിയുന്ന കുട്ടികൾ അവരെ ആ കാര്യം ശരിക്കും ഉപയോഗപ്പെടുത്തണം. അറബി അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മത കാര്യങ്ങളിൽ അവഗാഹം നേടാൻ അത് വളരെയധികം ഉപകരിക്കും. എന്നാലോ ഭൗതികമായ രീതിയിലുള്ള കാര്യങ്ങൾക്കും അവർ ഉപയോഗപ്പെടും. ഇപ്പോൾ ശരിക്കും നമ്മുടെ അറബി കോളേജിൽ നിന്ന് ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാമല്ലോ. നമ്മുടെ അറബി കോളേജിൽ നിന്ന് അടുത്ത കാലഘട്ടങ്ങളിൽ ഈ ഇപ്പോൾ കോഴ്സ് പൂർത്തിയാക്കി പോയ മുഴുവൻ കുട്ടികളും തന്നെ, മുഴുവൻ ആൺകുട്ടികളും കുറേ പെൺകുട്ടികളും എല്ലാവരും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ് മുഴുവൻ കുട്ടികളും. ആരെങ്കിലും ഇല്ലാത്തതുണ്ടോ നോക്കൂ നിങ്ങൾ, അരീകോട്ടുകാരായ എല്ലാവരും. കാരണം എന്താണ്? ഇന്നതൊരു ആവശ്യമായി മാറി. അറബി കോളേജ് കഴിഞ്ഞാൽ എല്ലാവരും ഏകദേശം 90% കുട്ടികളും ഈ ഇന്ത്യയിലെ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടാണ് പഠിക്കുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയിട്ട് പഠിക്കണു. അതോടുകൂടി തന്നെ അവർ അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ വലിയ വലിയ കമ്പനികളിൽ അവർ ജോലിയും ചെയ്യണം. അങ്ങനെയാണ് അവർ നിൽക്കുന്നത്. എന്നാലും അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അവർക്ക് സാധിക്കുന്നത് അറബി ഭാഷ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ അറബി ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഒരു തലവും നന്നായി മാറും. അതോടൊപ്പം തന്നെ അവർക്ക് വിശുദ്ധ ഖുർആനും സഹിഹ് ഹദീസും പഠിച്ച് ഈ ഒരു വഴിയിലൂടെ ദീനിന്റെ അവഗാഹം നേടുന്നതിനും അവർക്ക് സാധിക്കും. അപ്പോ നമ്മൾ ഈ നമ്മളെ ഇവിടുത്തെ പല കുട്ടികളും വന്ന് സീറ്റിനും മറ്റൊക്കെ വരുമ്പോൾ ഈ ഏതെങ്കിലും പെൺകുട്ടികളോടൊക്കെ നാട്ടിലൂടെ ഉഴന്ന് നടന്നാലും വേണ്ടിയില്ല അറബി കോളേജിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ പലരുടെയും ധാരണ അതാണ്. അപ്പോൾ അതൊക്കെ ആ ധാരണയൊക്കെ മാറണം. ഇതൊക്കെ കാലം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് മറ്റ് കോളേജുകളിൽ പഠിക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഭൗതികമായി നോക്കിയാലും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നത് നമ്മളുടെ അറബി കോളേജിലാണ്. അത് കഴിയുമ്പോൾ അവിടുത്തെ ഒരു ഡിഗ്രി കഴിഞ്ഞു പോകുമ്പോൾ ഒരു അറബി ഭാഷ ശരിയായി ഒരു പരിധി വരെ അവൻ ശ്രമിച്ചാൽ വളരെ നന്നായി അവനത് കൈകാര്യം ചെയ്യാൻ കഴിയും. അത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ഖുർആനും ഹദീസും മനസ്സിലാക്കാനും ആ വഴിയിലേക്ക് പോകാനും നമ്മളെ കുട്ടികൾക്ക് കഴിയും. അപ്പൊ നമ്മുടെ നാട്ടിൽ അതിന് സാധിക്കുന്ന ആ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാകണം എങ്കിൽ അടുത്ത തലമുറക്ക് നമ്മൾക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള വിദ്യാഭ്യാസത്തെ പറ്റിയും മതത്തെ പറ്റിയും ഒക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ അതും നമ്മളുടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഉത്തരവാദിത്തങ്ങളെ പറ്റി ബോധമുള്ള ഒരു തലമുറയായി നമ്മയെല്ലാം അവൻ വളർത്തിക്കൊണ്ടുവരുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കളിലൂടെ നമ്മുടെ നാട്ടിനും നമ്മുടെ വീട്ടിനും അതുപോലെ എല്ലാവർക്കും നന്മ ലഭിക്കുന്ന ഒരു വിദ്യാഭ്യാസം നേടാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.